പൊന്നാര ചങ്ങായിമാരെ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകട്ടോ. ഐറ്റംസ് ഉണ്ട്. കൂന് നമ്മള് മറ്റേ മഴക്കാലത്തുള്ള കൂനല്ലേ, ആ കൂനുണ്ട് നമ്മൾ പൊട്ടിക്കാൻ പോകണം. മോലാലിട്ട് ആ കൂനായിട്ടാണ് നിങ്ങള് അത് കഴിക്കാൻ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ അത് നമ്മൾ തീരുമാനമാക്കാൻ പോട്ടെ. അത് കൂന് തന്നെ കൂന് തന്നെയാണ്. നമ്മളെ കുട്ടികളെ ജനുവരി മറ്റേ ജൂണിലൊക്കെ സ്കൂളിൽ തുറക്കുമ്പോൾ കുട ഉണ്ടാവില്ലേ, അതുപോലെ ഏതായാലും കുട ഉണ്ട്. മേലെ മഴ ഒന്നുമില്ല സംഗതി. ഏതായാലും അവിടെ ഇവിടെ സിനി ബ്ലോഗ് ഇവിടെ വല്ലാത്ത ജാതി. മോളോന്റെ ഒരു ആഗ്രഹമാണ് ഇത് പൂത്തിരി എത്തിച്ചാന്ന്. എന്നാ പിന്നെ അതാണ് സാധിച്ചു കൊടുക്ക. ഓക്കെ ഏതായാലും പിരാന്തായി. എന്നാ പിന്നെ നമുക്ക് പിരാന്താണ്ടേ. എന്റെ എതിർകക്ഷികൾ ആരല്ലേ ആണ്ട് വിടാം. 3 ബോംബുണ്ട്, ആറ്റം ബോംബുണ്ട്. 3 ബിസ്സല് വിടാൻ പോവാണ്. മോളോ ഇതൊന്ന് കൊണ്ടുപോയി കിട്ടോ. ഒന്ന് തൃശ്ശൂർ പൂരൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഗൈസ് നമ്മള് സിനി വ്ളോഗിന്റെ വീട്ടിലാണ് ഇട്ടുള്ളത്. അപ്പൊ സിനിക്ക് എന്താ ചെയ്യാ, സിനി വിഷു ആയിട്ട് എല്ലാ കൊല്ലം അപ്രാവശ്യം സിനി ഇറങ്ങി പടക്കം പൊട്ടിക്ക ആളില്ലാൻ. അപ്പൊ പുറത്തുനിന്ന് ഒരാളിറക്കി ഓനെ കാട്ടി കൊടുക്കാം. പിന്നെ അടുത്തുള്ള രാജ്ഞി ഇറങ്ങിനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് വിഷു ഉണ്ട് തകർക്കും. ഓക്കെ കളറാക്കില്ലേ? കളറാക്കി കൂടെ നമ്മള് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓടോ കൊടുക്കട്ടോ. ഹാപ്പി വിഷു. അപ്പൊ നമ്മളെ അടുത്ത ഐറ്റം അതാണല്ലേ. ഇതിനെന്താ പറയാ? കോമ്പല എന്ന് പറയും. ഞങ്ങളിവിടെ എന്താ പറയും, കൊള്ളിപ്പടക്കം എന്ന് പറയും. ഇതാണ് കേട്ടോ. അപ്പൊ കൊള്ളിപ്പടക്കം പൊടിച്ചാൻ പോകട്ടോ. ആ ഓളെ മതിന്മേ കറാവുമല്ലോ. അങ്ങനെ കറാത്തോട്ട് കത്തുന്നില്ല. കഴിഞ്ഞോ? അപ്പൊ ഗായ്സ് തൂറ്റി പോയി ഗായ്സ്. ക്യാമറമാൻ സച്ചു കൂടെ ഉണ്ട്. സച്ചുട്ടാ കൊടുക്കല്ലേ? ആ കൊടുക്കാം കൊടുക്കാം മോനെ. അപ്പം വേറെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഗോൾഡൻ ന്യൂ പീക്കോക്ക്. ഇത് മയിലിൻ്റെ ചിറക് വിടർത്തുന്ന വെറൈറ്റിയാണെന്ന് പറഞ്ഞു. അല്ല മോളോ 2 സൈഡിൽ കല്ല് വെക്കണം അല്ലേ? 2 സൈഡിൽ കല്ല് വെക്കുക. അപ്പൊ കല്ല് വെച്ചിട്ടില്ലെങ്കിൽ എന്താവും? വീണാവും അല്ലേ? അപ്പൊ മയിലിന് കല്ല് വെച്ചിട്ടാ മയില് നിക്കണേ. ആ അപ്പൊ ഇനിയിപ്പോ ഒച്ചപ്പാടോട് ഒച്ചപ്പാടാക്കായിരുന്നു. നമ്മുടെ അരിയാണ്ടെന്ന് ചോദിച്ചിട്ട് വിചാരിച്ചിട്ട് കൊടുത്തില്ലല്ലോ. ഒരാഴ്ചക്കുള്ള ഒന്നായിട്ട് അരിയാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചാൻ പോയില്ലേ. ഇനിയിപ്പോ നീച്ചാനും പറ്റല്ലോ. പെട്ട് ഏതാഞ്ഞി ഇരുന്നോളി. എന്നാ വെപ്പാർക്കുള്ള കട്ടൻ ചായ എടുത്തോട്ടോ. സിനി പയറിന്റെ വലിപ്പം കൂടുതൽ കേട്ടോ. നമ്മളെ മെയിൻ പണിക്കാരുണ്ട് കേട്ടോ. കാറ്ററിംഗിൽ ഓർഡറൊക്കെ ഉണ്ട്, വിളിച്ചോളിണ്ട്. ഇവിടെ ഏത് അരി കത്തിട്ടാണ്ട് അരി ഉണ്ടാക്കാണ്. കണ്ണാടൊക്കെ വെച്ചാണ്. കണ്ണാടച്ച മുതലാണെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. അമ്മായിന്റെ കത്തിയാണെന്നുണ്ടെങ്കിൽ ഉമ്രാക്കാരുടെ ഇടയിൽ നിന്ന് വാങ്ങിയത് തോന്നുന്നു. മൂച്ചൊന്നുമില്ല.
നിങ്ങൾ കൈമാരാണ്ട് ഇരുന്നാ നേരം മുളക്കൊല്ലു വെച്ചാണ്ട് അതോട് അവിടെ കുത്തുന്നു ഇതാട്ടാനാ ഇതിന് എപ്പോഴാ ഉണ്ടാക്കാളേ ഇപ്പൊ ഉണ്ടാക്കണ്ടേ രാവിലെ ഉണ്ടാക്കുള്ളൂ നമ്മൾ നേരത്തെ നമ്മൾ സാധനം കിട്ടേണ്ടി വരും രാവിലെ വന്നിട്ട് ആ അതാണ് ചങ്ങന്മാരെ നമ്മളെ വിഷുക്കണി ഒരുക്കാനുള്ള പരിപാടിയിലാട്ടോ